ട്രംപുമായി താരിഫ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ഒരുപക്ഷേ ലോക രാജ്യങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ യുദ്ധം ഇന്ത്യയും ട്രംപുമായാണ് എന്ന് പറയേണ്ടി വരും. കാരണം ട്രംപ് ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ താരിഫ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ആ ട്രംപിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഇന്ത്യ. അമേരിക്കയുടെ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നിട്ടും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാവസായിക ബന്ധം തുടർച്ചയായി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപൂർവ ഭൂമി ധാതുക്കളുടെ പര്യവേക്ഷണത്തിലും ഉൽപ്പാദനത്തിലും ഇരു രാജ്യങ്ങളും ഇപ്പോൾ സഹകരിക്കാൻ പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അമേരിക്കയെ വീണ്ടും അസ്വസ്ഥതപ്പെടുത്തുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ, ബാറ്ററികൾ, കാറ്റാടി ഊർജ്ജം, മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവയ്ക്ക് ഈ ധാതുക്കൾ വളരെ പ്രധാനമാണ്. അങ്ങനെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വളർന്നു വരുന്ന വ്യാപാര ബന്ധങ്ങൾ US പ്രസിഡന്റ് ട്രംപിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും മറ്റ് വസ്തുക്കളും വാങ്ങിയതായി യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് സാമ്പത്തിക സഹായം നൽകിയതായും ആരോപിച്ച ട്രംപ് ഇന്ത്യക്ക് മേൽ 50% തീരുവയാണ് ചുമത്തിയത്. ട്രംപ് പിഴകളും ചുമത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും അമേരിക്കയുടെ ഈ തീരുമാനം തങ്ങളെ ബാധിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. 1.4 ബില്യൺ പൗരന്മാരുടെ താല്പര്യം കണക്കിലെടുത്ത് അവർ ഒരു തീരുമാനമെടുക്കും. നമ്മുടെ കർഷകരുടെ താല്പര്യമാണ് നമുക്ക് പരമപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തി. ഇന്ത്യ അതിൻ്റെ കർഷകരുടെയും ഇടയന്മാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സഹോദരന്മാരുടെയും താല്പര്യങ്ങൾക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നാണ് കൃത്യമായി പറഞ്ഞത്. അപൂർവ ഭൂമി നിക്ഷേപത്തിൽ ഇന്ത്യയും റഷ്യയും സഹകരിക്കുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ട്രംപിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയും റഷ്യയും ഇപ്പോൾ ചെമ്പ്, ലിഥിയം, കൊബാൾട്ട്, നിക്കൽ തുടങ്ങിയ അപൂർവ എർത്ത് ധാതുക്കളുടെ പര്യവേക്ഷണത്തിലും ഉൽപ്പാദനത്തിലും പ്രവർത്തിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടും ഈ ധാതുക്കളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ, ബാറ്ററി സംഭരണം, കാറ്റാടി യന്ത്രങ്ങൾ, ഹൈഡ്രജൻ ഊർജ്ജം തുടങ്ങിയ വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിൽ ഈ അപൂർവ ധാതുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു. അതിനാൽ പങ്കാളിത്തത്തിലൂടെ ഇന്ത്യയും റഷ്യയും ശുദ്ധമായ ഊർജ്ജത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന വ്യാപനത്തിൽ സ്വയം പര്യാപ്തരാവുകയും ആഗോള വിപണികളിൽ തങ്ങളുടെ പിടി ശക്തിപ്പെടുത്തുകയും ചെയ്യും. പോരാത്തതിന് ഇന്ത്യ ഇപ്പോൾ റഷ്യയുമായി സാമ്പത്തിക സാങ്കേതിക രംഗത്ത് തുറന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ബഹിരാകാശ നിർമ്മാണ മേഖലകളിലും റഷ്യയുമായി സഹകരിക്കും. റഷ്യയുമായുള്ള പങ്കാളിത്തം ധാതുക്കളിൽ മാത്രം ഒതുങ്ങുന്നതില്ലെന്ന് രാജ്യത്തെ വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. എയറോസ്പേസ്, ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നുണ്ട്. ഇതിൽ ഹൈടെക് കാറ്റാടി തുരങ്ക സൗകര്യങ്ങൾ വികസിപ്പിക്കും. മാലിന്യ സംസ്കരണത്തിലും വ്യാവസായിക മാലിന്യ പുനരുപയോഗത്തിലും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്തായിരുന്നാലും ട്രംപിന്റെ താരിഫ് ബോംബ് ഇന്ത്യയും റഷ്യയും തമ്മിൽ അകലാനായിരുന്നുവെങ്കിൽ ഇപ്പോൾ ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.